ഹായ് എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ദിവാലി സ്വീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് പേടയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 200 ഗ്രാം കാഷ്യൂനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാർ എടുക്കുക. നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഒരുമിച്ച് പൊടിക്കരുത്, കാരണം ഒരുമിച്ച് ഇട്ടാൽ എല്ലാ കാഷ്യൂസും പൊടിഞ്ഞു കിട്ടില്ല. തന്നെയുമല്ല, താഴെ കിടക്കുന്ന കാഷ്യൂസ് കൂടുതൽ അരഞ്ഞ് അതിൽ നിന്ന് എണ്ണ വരും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ എണ്ണമയം വരാതെ പൊടിച്ചെടുക്കുക. ഇതിനെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. ഒരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം. ബാക്കി വരുന്ന ഈ പൊടിയൊക്കെ നമുക്ക് അടുത്ത ബാച്ചിന്റെ കൂടെ പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം നല്ല ഫൈൻ ആയിട്ട് പൊടിച്ച് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ നമ്മൾ നിർത്തി ഒന്ന് ഇടയ്ക്ക് നോക്കി പൊടിക്കുക. എണ്ണമയം വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പൊടിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പാൽപ്പൊടി ഓപ്ഷണൽ ആണ്. ഒതന്റിക് റെസിപ്പിയിൽ പാൽപ്പൊടി കൂടെ ചേർത്താണ് ചെയ്യുന്നത്. പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പൗഡർ ഒന്നും കൂടെ ഒന്ന് ലൈറ്റ് ആൻഡ് സ്മൂത്ത് ആകും. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇതിനി ഒന്ന് സിറപ്പ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് 80 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കപ്പ് പഞ്ചസാര എടുക്കുന്നോ അതിന്റെ പകുതി വേണം വെള്ളം ചേർക്കാൻ. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനി ഒരു നൂൽ പാകമാകണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ ഇതൊരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഷുഗർ സിറപ്പിന്റെ കളർ ഒന്നും ചേഞ്ച് ആയി കാരമലൈസ് ആവാൻ പാടില്ല. ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം നല്ല കുറച്ച് വെക്കുക. ഫ്ലെയിം ലോ ആക്കിയില്ലെങ്കിൽ നമ്മൾ പൗഡർ ചേർക്കുമ്പോൾ അതിൽ നിന്ന് ഓയിൽ റിലീസ് ആകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പൗഡറും മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പും പൗഡറും കൂടെ നല്ലപോലെ മിക്സ് ആവണം. ഫ്ലെയിം ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക് പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിപ്പോ നന്നായിട്ട് യോജിച്ച് ഒരു പേസ്റ്റ് പരുവായിട്ടുണ്ട്. ഈ പരുവം മതി. ഇതിനെ ഒന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇതൊരു ചപ്പാത്തി മാവ് പോലെ ആകും. എന്നിട്ട് ആറിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊന്ന് ആറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഒരു ചപ്പാത്തി മാവിന്റെ പരുവമാണ്. ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് ആക്കി കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ബേക്കിംഗ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഒരു വലിയ ട്രേയോ പ്ലേറ്റോ എടുത്താൽ മതി. എന്നിട്ട് അതിൽ നെയ്യ് തടവി കൊടുത്താൽ മതി. മാവ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് പരത്തിയെടുക്കുക. ഞാനിവിടെ കുറച്ച് തിന്നായിട്ടാണ് പരത്തുന്നത്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പ് ആക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ട് ഒരു കത്തിയോ പിസ്സ കട്ടറോ കൊണ്ട് മുറിച്ചെടുക്കുക. ഒരു ഡയമണ്ട് ഷേപ്പ് ആക്കി മുറിച്ചെടുക്കാം.
അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മുടെ റിച്ച് ആൻഡ് ടേസ്റ്റി കാഷ്നട്ട് പേട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. കഴിക്കാൻ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആണ്. അപ്പൊ ഈ ദീപാവലിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്ത നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.